ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതും അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കൊപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഇത് ഏകദേശം 2 കൂടി 1 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. അപ്പോൾ അതും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട്. സവാളയ്ക്കൊപ്പം തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ക്യാരറ്റും കൂടിയാണ്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ 1 ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള നല്ലൊരു കളർ മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വേകണം എന്നുള്ള ആവശ്യമില്ല. സവാള വെന്ത് വരുമ്പോൾ തന്നെ ക്യാരറ്റും ചെറുതായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഇതിപ്പോൾ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ബാക്കി ചേരുവകളും കൂടി പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് മാത്രം മസാലകളും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പിലയും കൂടിയാണ്. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് അളവിനാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് മാവിന് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി കൂടുതൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാവുന്നേ ഉള്ളൂ. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ചേർത്തിട്ട് വരുമ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഈ മസാല വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം. എന്നാൽ ശരി, നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മുടെ വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് അളവിലുള്ള അരിപ്പൊടിയും കൂടിയാണ്. പച്ചരിപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നന്നായിട്ട് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി വെക്കാൻ പാടില്ല. ചെറിയ രീതിയിലൊന്ന് ചൂട് മാറിയതിന് ശേഷം പിന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ്. കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. എന്നാൽ ശരി, ചെറിയ രീതിയിൽ ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. ചെറിയ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നല്ലതുപോലെ തണുത്തിട്ടില്ല, ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്
ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ കൂടിയാണ്. അപ്പോൾ ഈ എണ്ണയും കൂടി 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ചില അരിമാവിന് കുറച്ചധികം വെള്ളം വേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടണം, അത്രയും മാത്രമേ ഉള്ളൂ. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ മാവിന് ഇത്രയും തന്നെ ധാരാളമാണ്. ഇനി വീണ്ടും കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് കുറച്ചായിട്ടൊരു അല്പമായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് അങ്ങനെ റോൾ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇത് ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. ചെറുതായിട്ടൊരു 30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടേണ്ടത്. എല്ലാ സൈഡും ക്രിസ്പി ആയിട്ട് ആവശ്യമില്ല. നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ള മാവും ഉരുളക്കിഴങ്ങും പച്ചക്കറികളും എല്ലാം നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. അരിപ്പൊടി ആയതിൻ്റെ പേരിൽ തന്നെ നമ്മളിത് പൊടിഞ്ഞു പോകും എന്നുള്ള പേടിയേ വേണ്ട. നല്ലതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. പുറം ഭാഗമൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയി തുടങ്ങിയെന്ന്. ഒട്ടും സോഫ്റ്റ് അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ പുറം ഭാഗം കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നല്ല ചിലിച്ചിലാന്നൊരു സൗണ്ടോടെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ കളറൊക്കെ നല്ല കറക്റ്റ് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ ഈ റൈസ് പൊട്ടറ്റോ സ്നാക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. ഇതുപോലെ ഒരല്പം പോലെ എണ്ണയൊന്നും വലിച്ചെടുക്കാതെ വളരെ ക്രിസ്പി ആയിട്ടും പുറം ഭാഗം വളരെ ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നല്ലൊരു ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കോക്കനട്ട് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് പിൻ ചെയ്തോ വെച്ചിരിക്കാം. ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.